കൊച്ചിന്ന് ഇവിടം വരെ സൈക്കിൾ ചവിട്ടിയാണ് വന്നേക്കണത്. അപ്പോ ഇന്ന് ഡേ 5. ഇന്ന് ഞങ്ങൾ പോണത് എവിടെയാണെന്ന് അറിയാം. മണാലിയിൽ എവിടെ പോകണം? വാട്ടർഫാൾസ്, ജോഗിനി വാട്ടർഫാളിലേക്കാണ് ഗൈസ് ഞങ്ങൾ പോണത്. അപ്പൊ ഈ പറയണ പോലെ കഴിഞ്ഞ ദിവസമൊക്കെ എനിക്ക് പാടില്ലായിരുന്നു, ആകെ ഷോ പോയിട്ടിരിക്കണായിരുന്നു. പക്ഷേ എനിക്ക് കണ്ട ഇന്നലെ ഈ പറഞ്ഞ പോലെ നമ്മുടെ കാക്കു ഈ പറഞ്ഞ പോലെ മണാലിയിലൊക്കെ ഫുള്ള് നടത്തിച്ച് ഈ 2 മെഡിസിനും കൂടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഹെൽത്തൊക്കെ ഓക്കെ ആയിരിക്കുകയാണ്. ദെൻ ഇന്ന് നമ്മ പോണ സ്ഥലവും പറഞ്ഞില്ല, അവിടെ നമ്മ പോയി എല്ലാ സംഭവങ്ങളും നിങ്ങളെ കാണിച്ചു തരുന്നു. അതും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടല്ലോ, മട്ടൻ ബിരിയാണി. എവിടെ കിട്ടും ഗൈസ് ഈ സുഖം? എവിടെ കിട്ടും? ഈ കാക്കുവിനെ കാണിച്ചു തരാത്ത എന്താണെന്നറിയോ? കാക്കുവിന് ഇഷ്ടമല്ല ഈ മുഖമൊക്കെ ഇങ്ങനെ ഫ്രെയിമിൽ വന്നത് ഇഷ്ടമല്ല. എന്നാലും ഞാൻ കാണിച്ചു തരും. ഇതാണ് നോക്കിക്കോട്ടെ, ഇതാണ് നമ്മുടെ കാക്കു. ആമിന്നാണ് പേര്. അപ്പൊ ദെൻ നമ്മ നേരെ ഇനി പോണത് വാട്ടർഫോളിലേക്കാണ്. എല്ലാ ഡീറ്റെയിൽസും തരും. കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വീഡിയോസും കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടില്ല. സോ ഇനി തൊട്ടിട്ട് എല്ലാ വീഡിയോസും എടുത്ത് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒന്നും വരാത്ത കാരണം ആരും അൺസബ്സ്ക്രൈബ് ഒന്നും ചെയ്ത് പോയേക്കരുത്. സോറി ചോദിക്കണേണ് ഗൈസ്, പാടില്ലാത്ത കാരണം വരുന്നത്. അവസ്ഥ പരിതാപകരമായിരുന്നു. ഇവനുണ്ടായിരുന്നു എന്റെ ആമി ബ്രദർ. സെറ്റായി ഓക്കെയാണ്. ഇപ്പൊ ഹെൽത്ത് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ വീഡിയോയിലേക്ക് കാണാം. കം ഓൺ ഗൈസ്. വാട്ടർഫോൾസിലേക്കുള്ള മല പകുതി കയറിയിട്ടുണ്ട്. ഭയങ്കര സീനാണ്, കിടിലാണ്. പക്ഷെ കേട്ടോ അതേ എവിടെ ഇങ്ങനെ ഇരിക്കണേണ്. എസ്കേ അവിടെ എത്തിയിട്ടുണ്ട്. 2 മിനിറ്റ് കൂടി ഇരുന്നിട്ട് പിന്നെ നടപ്പ് ആരംഭിക്കുകയായിരിക്കും. അപ്പൊ അവിടെ ചെന്നിട്ട് കാണിച്ചു തരാം ഗൈസ്. നടന്നു തുടങ്ങണല്ലേ? അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് പോയാ പോരെ? അടിച്ചു കയറി വാ. കേക്കണ്ടാവും, കൊറേ നടക്കാനുണ്ട് ഗൈസ് എന്നാണ് അവൻ പറഞ്ഞേക്കണത് ഗൈസ്. അത് തന്നെ, കുറച്ച് കഷ്ടപ്പാടുണ്ട് ഇവിടെ എത്താൻ. എന്നാലും അതൊക്കെ തരണം ചെയ്ത് ഞങ്ങൾ കയറി പോകുന്നതായിരിക്കും ഗൈസ്. ആ അത് തന്നെ, ഫുഡും കിട്ടും, റൂമും കിട്ടും, നല്ല എൻജോയ്മെന്റും കിട്ടും. നേരത്തെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാവും. അതായത് കുറെ പേര് നമ്മളെ പറ്റിക്കാനായിട്ടുണ്ടാവും, ആരെയും വിശ്വസിക്കാൻ പറ്റാത്ത സിറ്റുവേഷനൊക്കെ നമുക്ക് ഉണ്ടാവും. പക്ഷേ എങ്കിൽ കണ്ട ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ട നമ്മുടെ ചേട്ടന്മാരൊക്കെ ഉണ്ടല്ലോ, ട്രസ്റ്റ് ചെയ്യാൻ പറ്റിയ ഗൈസാണ്. ഈ പറഞ്ഞ പോലെ നമ്മുടെ ആഗ്രഹത്തിനൊത്ത് നിൽക്കണ ഗൈസ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മളെ കയറ്റി വിടണം, എല്ലാ സംഭവങ്ങളും ചെയ്യണമെന്നുള്ളത്. ഹോളി ബാബ വെറുതെ വിഷയമാണ്, അടിപൊളിയാണ് ഗൈസ്. സ്നേഹിച്ചാ മതി. അതെ, അവരെ സ്നേഹിച്ചാൽ മതി, അവര് നമ്മളെ കൂടെ നിൽക്കും. മനസ്സിലായോ? വിഷയമാണ്. ചേട്ടന്മാര് വെറുതെ പറയാൻ വാക്കുകളില്ല, വെറുതെ സെറ്റുമ്പോ സായാണ് ഗൈസ്. നമ്മുടെ നാട്ടിൽ കുറച്ച് പേരുണ്ടോ ഫ്രണ്ട്സായി, അത് കുറെ ആൾക്കാർ എന്നെ പറ്റിച്ചു പോയിട്ടുണ്ട്, എന്നെയും പറ്റിച്ചിട്ടുണ്ട്, രണ്ടാളും പറ്റിച്ചു പോയിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരു ടീംസിനെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ശരിയാണ്. ഇന്നലെ വേറൊരു പോളിനെ കണ്ടു, മൻസൂർ കഫേ. 8 മാസമായി മൂപ്പര വന്നിട്ട്. ഞാൻ പറഞ്ഞ കുറച്ച് കൂടി പോകും മൂപ്പര കഥ. നമ്മുടെ അവസ്ഥ തന്നെയാണ്. പക്ഷെ എന്തൊക്കെ വന്നാലും ഉണ്ടല്ലോ, നമ്മുടെ ചേട്ടന്മാര്, അതായത് ഹോളി ബാബയിലെ നമ്മുടെ എന്താ പറയണ ബ്ലഡ് മൂഡ് ഡോൺ വേറെ വിഷയമാണ്. എല്ലാരും കാണിച്ചു തരാം. ആർക്കും അത് തന്നെ, മണാലിയിലുണ്ട് ഡോൺ. ഈ പറഞ്ഞതുപോലെ ആർക്കും അങ്ങനെ, ചേട്ടന്മാർക്ക് ആർക്കും അങ്ങനെ ഈ പറയുന്ന പോലെ ഫ്രെയിമിൽ വന്നോന്ന് ആഗ്രഹമൊന്നും ഇല്ലാത്ത ആൾക്കാരാ. മനസ്സിലായി? അതാണ് കാണിക്കാത്ത. പക്ഷെ എങ്കിൽ കണ്ട ചേട്ടന്മാരുടെ അടുത്ത് പറഞ്ഞിട്ട് ചേട്ടന്മാരെ കൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഞങ്ങൾ വീഡിയോയിൽ എത്തും, ഉറപ്പാണ് ഗൈസ്. ഞങ്ങൾ ഇത്രയൊക്കെ ഇങ്ങനെ ഇവിടെ എത്തുന്നൊന്നും വിചാരിച്ചല്ല. പക്ഷെ എങ്കിൽ കണ്ട ഞങ്ങൾ എത്തി. അത് അവരുള്ളത് കാരണമുണ്ട്, അവര് മണാലിയിലുള്ളത് കാരണമാണ് ഞങ്ങൾ ഇങ്ങനെ നടക്കുന്നത്. അല്ലെങ്കിൽ ഒന്നുമല്ല, KSRTC സ്റ്റാൻഡിൽ പോയി കിടന്ന് ഉറങ്ങേണ്ട ഗതികേടാ ഞാന്. ഈ റൂംസ് നിന്നാല് രാവിലെ 8 മണിക്ക് വന്ന് ആരും വിളിക്കൂല. അവര് അതെ, അവര് വേഗം കുളിക്ക്, ഫുഡ് കഴിക്ക്. ഈ പറഞ്ഞ പോലെ വീട്ടിൽ നിക്കണത് പോലെയാണ് ഗൈസ്. ഈ എന്താ പറയണ, രാവിലെ വന്ന് നമ്മളെ വിളിക്കണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണത്. ഈ പറഞ്ഞ മരുന്ന് മേടിച്ച് തന്നെ രാവിലെ ചോറ് വാരി തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഫുഡ് വാരി തന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ട കറക്റ്റ് സമയത്ത് വന്ന് നമ്മളെ വിളിച്ച് ഫുഡ് കഴിപ്പിക്കണ്, ഓരോ സ്ഥലത്ത് വിടാനായിട്ട് നമ്മളെ ഫോഴ്സ് ചെയ്യണം. വെറുതെ വിഷയമാണ്.
പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് അറിയാൻ പാടില്ല. ഇതൊക്കെ കണ്ട് അനുഭവിക്കേണ്ട കാര്യങ്ങളാണ്. അടിപൊളിയാണ് ഗൈസ് അല്ലേ എസ് കെ? അപ്പൊ ഇവിടേക്ക് വരിക, അതന്നെ എല്ലാരും വരുക. നമ്മള് പാക്കേജ് ഞങ്ങള് ഇതില് പ്രൊമോട്ട് ചെയ്യും, ഞങ്ങൾ തുടങ്ങും പരിപാടി. ഏത് വിഷയം. അപ്പൊ ഗൈസ് ഞങ്ങൾ പൊക്കത്ത് എന്നിട്ട് ഏതായാലും ആ വാട്ടർഫോളിന്റെ സംഭവങ്ങളൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. പോണ വഴിയിലുള്ള ചെറിയൊരു വെള്ളച്ചാട്ടമാണ് ഗൈസ് നിങ്ങൾ കാണുന്നത്. എസ് കെ കാണാൻ പോണ എന്റെ വഴിയാണ് ഗൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കണം. പക്ഷെ ഇതിലൊരു സുഖം ഉണ്ട് കേട്ടോ. മല കേറാൻ പോവാണ്, വെള്ളച്ചാട്ടം കാണാൻ. കണ്ടിന്യൂ. കാടും മലയൊക്കെ കേറി വാട്ടർഫോളിൽ അങ്ങോട്ട് എത്താനായിരിക്കുന്നത്. കണ്ട, ഇതാണ് ഇവിടുത്തെ സ്പോട്ട്. ഇനി നിസാരവും കൂടെ ഉള്ളു. 200 കിലോമീറ്ററാ, 200 മീറ്റേഴ്സ് മാറിപ്പോയി. എത്തി. അപ്പൊ ഞങ്ങൾ എന്തായാലും വാട്ടർഫാൾസിന്റെ അടുത്ത് പോയിട്ട് ഒരു ലൈവ് ഇടും ഇൻസ്റ്റയില്. എല്ലാരും കേറി കാണണം, സപ്പോർട്ട് ചെയ്യാം. കം ഓൺ ഗൈസ്. നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. അവിടം വരെ ഇനി എത്തിയാൽ മതി. വാട്ടർ കണ്ടതാ, വാട്ടർഫാൾസ് അല്ല വാട്ടർഫാൾ. അപ്പൊ ഇനി ഏതായാലും അവിടെ ചെല്ലട്ടെ ഗൈസ്. ജോഗിനി വാട്ടർഫോൾസിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കൊച്ചി എന്നുള്ളൊരു ബ്രോനെ കിട്ടിയിട്ടുണ്ട്. ഡാവ് കൊച്ചിന്ന് ഇവിടം വരെ സൈക്കിൾ ചവിട്ടിയാണ് വന്നേക്കണേ. വരി എന്തെങ്കിലും പറയണ്ട. ഹായ് ഗൈസ്, സൈക്കിൾ ചവിട്ടി കൊച്ചിന്ന് വന്നേക്കണതാണ്. 6 മാസമായി ഉണ്ട്. ഇപ്പം ലഡാക്ക് എല്ലാം കഴിഞ്ഞു. ഇനി മണാലി കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് ഡൽഹിയിലേക്ക് പോയിട്ട് പിന്നെ ആ വഴി വെസ്റ്റ് സൈഡ് വഴി ഈസ്റ്റ് സൈഡ് വഴി നമ്മൾ പോകുന്നത് കേരളത്തിലേക്ക് റിട്ടേൺ എടുക്കും. അതാണ് പ്ലാൻ. തിരിച്ചു 6 മാസം ഉണ്ട് കേട്ടോ. ഒരു വർഷത്തെ ട്രിപ്പാണ് ഡാവിന്റെ. അപ്പൊ ഗൈസ് ഈ ബാക്കിൽ കാണുന്നതാണ് ജോഗിനി വാട്ടർഫാൾസ്. അപ്പൊ ഈ വീഡിയോ കാണുന്നവരെല്ലാരും പുള്ളിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബടിയുടെയും ചെയ്യണം. മല്ലോ ആ നെയിമാണ് ഞാൻ ഹാഷ്ടാഗിൽ കൊടുത്തേക്കാം ഫ്രീക്ക്. അപ്പൊ എല്ലാവരും സബ് ചെയ്യുക. ഫുൾ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആയിരിക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങളുടെ വിജയം അല്ലേ? അപ്പൊ എന്തായാലും ചെയ്യണം. അപ്പൊ ബൈ ഗൈസ്. ഗൈസ് ഇതാണ് നമ്മൾ 96 സിനിമയിൽ കാണുന്ന വാട്ടർഫോൾ. കാരണം മലയുടെ അപ്പുറത്ത് പോയിട്ടാണ് നമ്മൾ വാട്ടർഫോളിൽ പോയത്. അത് പറയാൻ മറന്നു ഗൈസ്. അപ്പോൾ നമ്മൾ മലയൊക്കെ കയറി ഈ പറഞ്ഞ പോലെ വാട്ടർഫോളൊക്കെ കണ്ട് റിട്ടേൺ നമ്മൾ അതേ റോട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇവിടുന്ന് ലിഫ്റ്റൊക്കെ അടിച്ചിട്ട് ഓൾഡ് മണാലിയിൽ എത്തണം. വീഡിയോ ഒക്കെ കാണിച്ചു തരാം. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. ബൈ. ഓൾഡ് മണാലി थैंक यू. लिफ्ट किട്ടിയിട്ടുണ്ട് ओल्ड मनालीലേക്ക്. भाई तुम्हारा नाम बोलो. काकू. मेरा YouTube चैनल का नाम हेडलाइन व्लॉगर. सब्सक्राइब करो ठीक है. ഇതാണ്ട് ഈ ഭായിമാരെ അണ്ട നമുക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് ഓൾഡ് മണാലി വരെ. കൊച്ചിന്ന് ഏതായാലും ഇവിടം വരെ ലിഫ്റ്റ് അടിക്കാൻ പറ്റിയില്ല. എന്നാൽ നമ്മൾ ഓൾഡ് മണാലിയിലേക്ക് ലിഫ്റ്റ് അടിച്ചതേ പോവാൻ സ്നേഹമുള്ള ആൾക്കാരുണ്ട് എല്ലാവരും. അപ്പൊ ഞങ്ങൾ അതേ വാട്ടർഫോളിലൊക്കെ പോയി റിട്ടയർ റൂമിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. എസ് കെ വന്നപ്പോ തന്നെ കയറി കിടന്ന്. അപ്പോഴത്തേക്കും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിച്ച് ഞങ്ങൾ പൊട്ടിച്ച് കളഞ്ഞേരി ഫ്രീക്ക്. അപ്പൊ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. ഒരു ബൈ കൊടുക്ക്. ടാറ്റ.